ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ത്യൻ സിനിമയിലെ അടുത്ത വലിയ ക്ലാഷ് കാണുവാനായിട്ട് ഇനി ഒരു മാസത്തിലധികം സമയം മാത്രം ബാക്കി. അടുത്ത മാസം ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. ലോകേഷ് കനകരാജിന്റെ രജനീകാന്ത് നായകനെത്തുന്ന കൂലി, അതോടൊപ്പം തന്നെ YRF യൂണിവേഴ്സിൽ പെടുന്ന വാർ 2 എന്ന ഹൃത്തിക് റോഷൻ നായകനെത്തുന്ന സിനിമ. ഈ രണ്ട് സിനിമകളും തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരു മാസത്തിലധികം സമയം ഇനിയും ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തുകയ്ക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കൽ, അതോടൊപ്പം തന്നെ തിയേറ്റർ സ്ക്രീനുകൾ എല്ലാ മേഖലകളിലും ലോക്ക് ചെയ്യലെല്ലാം തന്നെയാണ് രണ്ട് സിനിമകളും തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ ഇതുവരെയുള്ള രണ്ട് സിനിമകളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ പറയുകയാണെങ്കിൽ, ഇതുവരെ പുറത്തു വന്ന വീഡിയോ കണ്ടന്റ്സ് എല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ താരനിര കൊണ്ടാണെങ്കിലും വീഡിയോ കണ്ടന്റ്സ് ക്വാളിറ്റി എല്ലാം തന്നെ കൊണ്ടാണെങ്കിലും ലോകേഷിന്റെ രജനീകാന്ത് നായകനെത്തുന്ന കൂലി തന്നെയാണ് വലിപ്പത്തിൽ മുന്നിൽ നിൽക്കുന്നത്. രജനീകാന്ത്, ഉപേന്ദ്ര, നാഗാർജുന, മലയാളത്തിൽ നിന്ന് സൗബിൻ എന്നിവരെ കൂടാതെ ഒരാഴ്ചയ്ക്കിടയിലാണല്ലോ ആമിർ ഖാന്റെ ഈ സിനിമയിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്. ഇതോടെ വലിയ രീതിയിലുള്ള വലിപ്പമാണ് സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ബിസിനസിന്റെ കാര്യത്തിൽ നിലവിൽ കൂലിയേക്കാൾ ഒരുപടി മുകളിലാണ് വാർ 2 എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കൂലിയിൽ ഓരോ ഭാഷകളിൽ നിന്നും അഭിനേതാക്കളെ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ ജൂനിയർ NTR എന്ന തെലുഗു സംസ്ഥാനത്തെ ഏറ്റവും വലിയ താരത്തെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹൃത്തിക് റോഷൻ നായകനെത്തിയ ബോളിവുഡ് സിനിമ തെലുഗു സംസ്ഥാനത്തേക്ക് ഒരു ബോളിവുഡ് സിനിമയുടെ റെക്കോർഡ് തുകയ്ക്കാണ് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിച്ചിരിക്കുന്നത്. 80 കോടി രൂപയ്ക്കാണ് ജൂനിയർ NTRന്റെ കൂടി ആ ഒരു പവറോട് കൂടി സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് തെലുഗു സംസ്ഥാനത്തേക്ക് വിറ്റഴിച്ചതെങ്കിൽ 50 കോടി രൂപയ്ക്കാണ് കൂലിയുടെ രജനീകാന്ത് സിനിമയുടെ തെലുഗു റൈറ്റ്സ് വിറ്റഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ വാർ 2 മുന്നിൽ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നോർത്തിലെല്ലാം തന്നെ കൂടുതൽ സ്ക്രീനുകൾ വാർ 2 ലോക്ക് ചെയ്ത് കഴിഞ്ഞു എന്നൊരു റിപ്പോർട്ടാണ് വരുന്നത്. ഒപ്പം തന്നെ IMAX സ്ക്രീനുകളെല്ലാം തന്നെ വലിയ രീതിയിൽ ലോക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് YRF ടീം എന്നൊരു റിപ്പോർട്ടാണ് പ്രധാനമായിട്ടും പുറത്തു വരുന്നത്. അപ്പോൾ നിലവിലുള്ള ക്വാളിറ്റി മികവൊന്നും തന്നെ നോക്കാതെ താരനിര കൊണ്ട് അതോടൊപ്പം തന്നെ YRFന്റെ പവർ കൊണ്ടെല്ലാം തന്നെ കൂലിയേക്കാൾ ആധിപത്യം തിയേറ്റർ സ്ക്രീനുകളുടെ കാര്യത്തിൽ ഇതിനോടൊപ്പം തന്നെ വാർ 2 നേടിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തെലുഗു സംസ്ഥാനങ്ങളിലും നോർത്ത് സംസ്ഥാനങ്ങളിലും. എന്തായാലും അടുത്തൊരു മാസത്തിനിടയിൽ വരാനിരിക്കുന്ന ഈ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇതിനിടയിൽ 1000 കോടി ആദ്യമായിട്ട് തമിഴ് സിനിമയ്ക്ക് നേടിക്കൊടുക്കുന്ന സിനിമയായിട്ട് കൂലി മാറും എന്ന രീതിയിലുള്ള സംസാരവും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒട്ടും പിടിവിടാതെ തന്നെ വാർ 2 മുന്നിലുണ്ട്. പത്താൻ എന്ന സിനിമയിലൂടെ YRF നേരത്തെ 1000 കോടി കളക്ഷൻ നേടിയെടുത്തിരുന്നു. തൊട്ടു പിന്നാലെ എത്തിയ സൽമാൻ ഖാൻ സിനിമ ടൈഗർ 3ക്ക് 1000 കോടി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും YRFന്റെ പുതിയ സിനിമ, അതും ജൂനിയർ NTRും ഹൃത്തിക് റോഷനും ഒരുമിക്കുന്ന സിനിമയിലൂടെ തന്നെ 1000 കോടി വീണ്ടും ബോളിവുഡ് സിനിമ കാണും എന്ന രീതിയിലുള്ള സംസാരവും വന്നു തുടങ്ങുന്നുണ്ട്. എന്തായാലും രണ്ട് സിനിമകളുടെയും ആദ്യ ദിവസത്തെ അഭിപ്രായങ്ങൾ ഏറെ നിർണായകമാണ്. നമ്മുടെ കേരളത്തിൽ നിലവിൽ ഈ രണ്ട് സിനിമകളിലെ കൂലിക്ക് തന്നെയാണ് ഹൈപ്പ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ബാക്കിയെല്ലാം തന്നെ അടുത്ത മാസം കാണുവാനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ വാർ 2 കൂലി യുദ്ധം കാണുവാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.